അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3073. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ചില മോതിരങ്ങളുടെ പ്രശ്നങ്ങളാണ്. പലരും കിട്ടിയതൊക്കെ മോതിരമാക്കി ധരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇബ്നു ബുറൈദ റളിയല്ലാഹു തആല അൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. അവിടുന്ന് പറഞ്ഞു, ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വ അലൈഹി ഖാതമും മിൻ ഹദീദ്. ആ സമയത്ത് അദ്ദേഹത്തിന് മേൽ ഇരുമ്പിൻ്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു. ഇരുമ്പിനാലുള്ള മോതിരം ഉണ്ടായിരുന്നു. ഫഖാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാലി അറാ അലൈക ഹല്യത അഹ്ലിന്നാർ. എന്താ അത്? നിന്റെ മേലിൽ നരകാവകാശികളുടെ ആഭരണം കാണുന്നുണ്ടല്ലോ, നരകക്കാരുടെ ആഭരണം, ഇരുമ്പിൻ്റെ മോതിരം. എന്താ ഇത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അത് ഒഴിവാക്കി. സുമ്മ ജഅഹു. പിന്നെ അദ്ദേഹം നബി തങ്ങളുടെ അടുക്കൽ വന്നു. വ അലൈഹി ഖാതമും മിൻ സുഫർ. അദ്ദേഹത്തിൻ്റെ മേലിൽ മഞ്ഞ മോതിരം അഥവാ ചെമ്പിൻ്റെ ലോഹത്തിനാലുള്ള മോതിരം ഉണ്ടായിരുന്നു. ഫഖാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാലി അജിദു മിൻക റീഹൽ അസ്നാം. എന്താ അത്? നിന്നിൽ നിന്ന് ഒരു ബിംബങ്ങളുടെ, പ്രതിമകളുടെ ഒരു മണം വരുന്നുണ്ടല്ലോ. ചെമ്പ് കൊണ്ടാണല്ലോ സാധാരണ ബിംബങ്ങളും മറ്റൊക്കെ, ചില ബിംബങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അത് ആ ഒരു ശൈലിയിലുള്ളതാണ്. സുമ്മ അതാഹു. പിന്നീട് അദ്ദേഹം അതൊഴിവാക്കി പിന്നീട് അദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു. വ അലൈഹി ഖാതമും മിൻ ദഹബിൻ. അന്ന് വരുമ്പോൾ സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചിട്ടാണ് വന്നത്, സ്വർണത്തിൻ്റെ മോതിരം. ഫഖാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇർമി അൻക ഹല്യത അഹ്ലിൽ ജന്ന. സ്വർഗാവകാശികളുടെ മോതിരം നീ എടുത്ത് ഒഴിവാക്കിയേക്ക്, എറിഞ്ഞേക്ക്. സ്വർഗാവകാശികൾ ധരിക്കുന്നതാണ് സ്വർണത്തിൻ്റെ മോതിരം. അത് ദുന്യാവിൽ പുരുഷന്മാർക്ക് ഹറാമാണ്. സ്വർണം പുരുഷന്മാർക്ക് ദുന്യാവിൽ പാടില്ല, ധരിക്കാൻ പാടില്ല. അത് എറിഞ്ഞേക്ക് എന്ന് പറഞ്ഞു. ഖാൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഇരുമ്പ് പറ്റില്ല, ചെമ്പ് പറ്റില്ല, സ്വർണവും പറ്റില്ല, ഇങ്ങനെ സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, മിൻ അയ്യ ഷൈഇൻ അത്തഖ്ദുഹു. നബിയെ, എന്ത് വസ്തുവിനാലാണ് ഞാൻ മോതിരം ഉണ്ടാക്കേണ്ടത്? ഞാൻ മോതിരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്? ഖാല. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ വരിഖിൻ. വെള്ളിയാൽ, വെള്ളിയുടെ മോതിരമാണ് ഉണ്ടാക്കേണ്ടത്. വലാ തുത്തിമ്മഹു മിസ്കാലൻ. അതൊരു മിസ്കാല് പൂർത്തിയാക്കണ്ട. കാരണം ഒരു മിസ്കാലിൽ താഴെ കനം വരുന്ന, ഭാരം വരുന്ന, തൂക്കം വരുന്ന മോതിരമാണ് ഉണ്ടാക്കേണ്ടത്. ഒരു മിസ്കാലിനപ്പുറത്തേക്ക് പോകരുത്. ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 4.25 ഗ്രാം, 4.25 ഗ്രാമാണ്. അപ്പം 4.25 ഗ്രാമത്തിന് താഴെ തൂക്കം വരുന്ന മോതിരമാണ്, വെള്ളി മോതിരമാണ് ഉണ്ടാക്കേണ്ടത്. വെള്ളി മോതിരമാണ് സുന്നത്ത്. അത് ഒരു മോതിരമാണ് സുന്നത്ത്. അത് 4.25 ഗ്രാമത്തിനേക്കാൾ കൂടാതിരിക്കണം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മോതിരം ധരിക്കുമ്പോൾ ചെറുവിരൽ, പുരുഷന്മാരുടെ കാര്യം പറഞ്ഞ വെള്ളി മോതിരമാണ് ധരിക്കേണ്ടത്. അതുതന്നെ വലത് കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ ചെറുവിരലിലാണ് ധരിക്കേണ്ടത്, മറ്റു വിരലുകളിൽ അല്ല. ഏതെങ്കിലും ഒരു കൈയിൻ്റെ ചെറുവിരൽ, ഒരു മോതിരം, അതാണ് വേണ്ടത്. അതാണ് സുന്നത്ത്. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.